ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. വിത്ത് കോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം, എല്ലാവരും ഫുള്ള് കാണാം കേട്ടോ. ആദ്യത്തെ വാക്ക് നോക്കാം, ഇനോക്വസ്. ഇനോക്വസ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. അതായത് നമുക്ക് ഹാനി വരുത്താത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇനോക്വസ്. ഓക്കെ, ഇനോക്വസ്, നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇനോക്വസ് എന്ന് പറയുമ്പോൾ ഇനോവ ആലോചിക്കാം. ഇനോവ കാറില്ലേ, ഇനോവ ആലോചിക്കാം. അപ്പോൾ ഇനോവയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഞ്ചുറി ഒന്നും വരില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ജഗതി നടനൊക്കെ ഇനോവയിൽ പോയിട്ടൊക്കെ ആക്സിഡൻറ്റ് വന്നിട്ട് എന്താ പറയുക, മരണമൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കാം, ജാർഗൺ. ജാർഗൺ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷേ ചില ഇപ്പോൾ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ലാംഗ്വേജ് നമുക്ക് ഫോളോ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതിനെയാണ് പറയുന്നത് ജാർഗൺ എന്ന് പറയുന്നത്. എന്താണ് ജാർഗൺ? ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ജാർഗൺ എന്ന് പറയുമ്പോൾ ജാർ എന്നുള്ള വാക്കെടുക്കാം കേട്ടോ. ഈ ജാറിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ വായിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ജാർഗൺ, ജാറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ വായിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനോക്വസ് എന്താ? നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. കിട്ടിയല്ലോ. ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഗ്വേജ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത വാക്ക് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ബോൺസ് ആണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഓസ്റ്റി അല്ലേ, ഓസ്റ്റിയോളജി. കണക്ട് ചെയ്തൂടെ? അടുത്ത വാക്ക് നോക്കാം, ടോപ്പിയറി. ടോപ്പിയറി എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് കട്ടിങ് ട്രീ ആൻഡ് ബുഷസ് ഇൻ ടു ഓർണമെൻറ്റൽ ഷേപ്പ്. ഓക്കെ, അതായത് നമ്മൾ ഈ ബുഷസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിക്കൊക്കെ നിർത്തില്ലേ, അതിനെയാണ് പറയുന്നത് ടോപ്പിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബുഷസിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്നത് ടോപ്പ് പോർഷനിലാണെന്ന് വിചാരിക്കാം കേട്ടോ, ടോപ്പ്. അങ്ങനെ ടോപ്പിയറി എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് വെർബോസ് അല്ലെങ്കിൽ സൂപ്പർഫ്ലുവസ്. സൂപ്പർഫ്ലുവസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസിങ് മോർ വേർഡ്സ് ദാൻ നീഡഡ്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർഫ്ലുവസ് അല്ലെങ്കിൽ വെർബോസ് എന്ന് പറയും. വെർബോസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. വെർബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ ഉണ്ടെങ്കിലായിരിക്കും അതിനകത്ത് വെർബുകൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർഫ്ലുവസ് സൂപ്പറാണ്, കാരണം അത്രയും എന്താ പറയുക, അത്രയും ഫ്ലോ ചെയ്യാണ്, വാക്കുകൾ ഫ്ലോ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സൂപ്പർഫ്ലുവസ് വാക്കുകളുടെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കിട്ടിയോ? അപ്പോൾ നമ്മൾ 5 എണ്ണം പഠിച്ചേ. ഏതൊക്കെ 5 എണ്ണം? ഇനോക്വസ്, നമ്മുടെ ഇനോവ ഇടിച്ചു കഴിഞ്ഞാലും അത്രയ്ക്കും ഇഞ്ചൂറിയസ് ഒന്നും ആവില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. ജാർഗൺ എന്താ? ലാംഗ്വേജ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഓസ്റ്റിയോളജി, ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ അസ്ഥി, നമ്മുടെ സ്റ്റഡി ഓഫ് ബോൺസ് അല്ലേ. ടോപ്പിയറി എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് കട്ടിങ് ട്രീ ആൻഡ് ബുഷസ് ഇൻ ടു ഓർണമെൻറ്റൽ ഷേപ്പ്. അപ്പോൾ ബുഷസൊക്കെ നമ്മൾ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്യും. സൂപ്പർഫ്ലുവസ് സൂപ്പറായിട്ട് ഫ്ലോ ചെയ്യാണ് അല്ലേ, വാക്കുകളുടെ ഒരു ഫ്ലോ ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ വെർബോസ് കേട്ടോ, യൂസിങ് മോർ വേർഡ്സ് ആൻഡ് നീഡഡ്. ഇത്ര എല്ലാവർക്കും ഓക്കെയാണോ? അടുത്ത വാക്ക് നോക്കാം, ചൗവനിസ്റ്റ്. ചൗവനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഇസ് ബ്ലൈൻഡ്ലി ഡിവോട്ടഡ് ടു ആൻ ഐഡിയ. അതായത് അതിര് കടന്നിട്ടുള്ള ദേശഭക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ചൗവനിസ്റ്റ് എന്ന് പറയുക. എന്താ ചൗവനിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതിര് കടന്നിട്ടുള്ള ദേശഭക്തിയാണ് കേട്ടോ. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരുപാട് ദേശഭക്തിയുള്ള ആൾക്കാരൊക്കെ എന്തിനു വേണമെങ്കിലും ചാവാനൊക്കെ റെഡി ആയിട്ടുള്ള ആൾക്കാരെന്ന് ആലോചിക്കാം കേട്ടോ, ചാവാൻ. അങ്ങനെ നമുക്ക് ചൗവനിസ്റ്റ്. ചൗവനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഇസ് ബ്ലൈൻഡ്ലി ഡിവോട്ടഡ് ടു ആൻ ഐഡിയ. അതായത് ഒരുപാട് ദേശഭക്തിയുള്ള ഒരാളെയാണ് നമ്മൾ ചൗവനിസ്റ്റ് എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത വാക്ക് എബോർജിൻ ആണ്. എബോർജിൻ എന്ന് പറഞ്ഞാൽ എ മെമ്പർ ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ദി ഒറിജിനൽ പീപ്പിൾ ലിവിങ് ഇൻ എ കൺട്രി. ഒറിജിനൽ പീപ്പിൾ, എബോർജിൻ, ഒറിജിൻ അതായത് ആദിവാസികളൊക്കെ ഉണ്ടല്ലോ, അവരെ പറയുന്നതാണ് എബോർജിൻ. ഒറിജിനൽ എന്നുള്ളൊരു വാക്ക് തന്നെ ആ ഒരു വേർഡിനകത്തുണ്ട് അല്ലേ. എബോർജിൻ, ഒറിജിനൽ പീപ്പിളാണ്. അപ്പോൾ ആദിവാസികൾ. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വാക്ക് നോക്കിയേ, ബൈനിയൽ. ബൈനിയൽ എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ഇൻ 2 years, 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത് ബൈനിയൽ എന്ന് പറയുക. 2 വർഷം. ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 2 അല്ലേ, ബൈസൈക്കിൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പം അങ്ങനെ ബൈ വെച്ചിട്ട് 2 എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ എനിയൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എണ്ണുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ബൈ എനിയൽ എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ഇൻ 2 years. കിട്ടുന്നുണ്ടോ? അടുത്ത വാക്ക് നോക്കാം, ബെലിജറൻ്റ് ആണ്.
ബെലിജറൻ എന്ന് പറഞ്ഞാൽ എഗ്രസീവ് ആയിട്ടുള്ള, അതായത് വളരെ രൂക്ഷമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ബെലിജറൻറ്റ്. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബലി കൊടുക്കുന്നതൊക്കെ ഭയങ്കര എഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബെലിജറൻ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രസീവാണ്. ബെലിജറൻറ്റ് അഗ്രസീവ്. അടുത്ത് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ബിഗറ്റ് അല്ലെങ്കിൽ ഫെനറ്റിക് എന്ന് പറയും. ബിഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഫെനറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂസ് ഫിൽഡ് വിത്ത് എക്സസീവ് എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്. നമ്മുടെ മതഭ്രാന്തന്മാർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ബിഗറ്റ് അല്ലെങ്കിൽ ഫെനറ്റിക്. ഓക്കെ, ഇനി നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ബിഗറ്റ് എന്ന് പറയുമ്പോൾ BIGOT ആണ് അല്ലേ. ആ ടി മാറ്റിയിട്ട് നിങ്ങൾ ഡി ഒന്ന് ഇട്ട് നോക്കിയേ. അപ്പോൾ എന്തായി? ഗോഡ് എന്നുള്ള വാക്ക് കിട്ടിയില്ലേ? ബൈ ഗോഡ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അതായത് ഒരുപാട് ഈ മതഭ്രാന്തന്മാരൊക്കെ എന്താ വിചാരിക്കുക, എപ്പോഴും ദൈവം കാരണമാണ്, ബൈ ഗോഡാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബിഗറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഫെനറ്റിക് എന്ന് പറയുമ്പോൾ ഫെനറ്റിക് ഫാൻ അല്ലേ, മതത്തിൻ്റെയൊക്കെ ഒരു ഫാനാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, ഫെനറ്റിക്. അപ്പോൾ മറക്കണ്ട, ബിഗറ്റ് അല്ലെങ്കിൽ ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ വൺ ഹൂസ് ഫിൽഡ് വിത്ത് എക്സസീവ് എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്, മതഭ്രാന്തന്മാർ. ഓക്കെ ആണോ? അപ്പോൾ പഠിച്ചിട്ടുള്ള 5 വാക്കുകൾ ഞാൻ വേഗം ഒന്ന് പറയാണ്. ചൗവനിസ്റ്റ്. ചൗവനിസ്റ്റ് എന്താ? അതിര് കടന്നിട്ടുള്ള ദേശഭക്തി അല്ലേ. എബോറിജിൻ, അപ്പോൾ ഒറിജിനൽ പീപ്പിളാണ് എബോറിജിൻ, ഒറിജിനൽ പീപ്പിൾ, ആദിവാസികൾ. ബൈനിയൽ, ബൈ 2, എണ്ണിയൽ എണ്ണുക എന്നുള്ള രീതിയിൽ, ഹാപ്പനിങ് ഇൻ 2 years. ബെലിജറൻറ്റ്, ബലി കൊടുക്കുന്ന അഗ്രസീവാണ്. ബിഗറ്റ് അല്ലെങ്കിൽ ഫെനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മതഭ്രാന്തന്മാർ അല്ലേ. വൺ ഹൂസ് ഫിൽഡ് വിത്ത് എക്സസീവ് എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്. ഇത്രയൊക്കെയാണോ? നമ്മൾ 10 പഠിച്ചു കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, ബ്ലാസ്ഫെമി. ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ ആൻ ആക്ഷൻ ഓഫ് സ്പീക്കിംഗ് എഗെയിൻസ്റ്റ് റിലീജിയൻ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലാസ്ഫെമി എന്ന് പറയുന്നത് കേട്ടോ. ബ്ലാസ്ഫെമി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, ഈ റിലീജിയൻ എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്, അധികം ദൈവവിശ്വാസമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ബ്ലാസ്ഫെമി ഇറ്റ് മീൻസ് ആൻ ആക്ഷൻ ഓഫ് സ്പീക്കിംഗ് എഗെയിൻസ്റ്റ് റിലീജിയൻ. ഓക്കെ ആണോ? അടുത്ത വാക്ക് കോൺജുറർ. കോൺജുറർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ പ്രാക്ടീസസ് മാജിക്. ഒരു മെജീഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുറർ എന്ന് പറയുക. നമ്മുടെ കോൺജുറിങ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. കോൺജുറർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ പ്രാക്ടീസസ് മാജിക് ആണ്. അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാക്കോഗ്രാഫിസ്റ്റ്. കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഇസ് ബാഡ് ഇൻ സ്പെല്ലിംഗ്. അപ്പോൾ സ്പെല്ലിങ്ങിൽ മോശമായിട്ടുള്ള ഒരാളെ നമ്മൾ കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് മാത്രമല്ല കേട്ടോ, ഹാൻഡ് റൈറ്റിംഗ്, മോശപ്പെട്ട ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളെ നമ്മൾ കാക്കോഗ്രാഫിസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. മോശപ്പെട്ട ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ കാക്ക ചിക്കിയ പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ കാക്കോഗ്രാഫിസ്റ്റ്. അപ്പം ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, അതുപോലെ തന്നെ സ്പെല്ലിങ്ങും മോശമായിട്ടുള്ള ഒരാളെ കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറയും. പിന്നെ ഉണ്ടല്ലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളെ നമ്മൾ എന്താ പറയുക? കാലിയോഗ്രാഫിസ്റ്റ് എന്ന് പറയും അല്ല. കാലിയോഗ്രഫിയൊക്കെ നമുക്കറിയില്ലേ, നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെ കാലിയോഗ്രാഫിസ്റ്റ് ആണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾ കേട്ടോ. ലെക്സിക്കോഗ്രാഫിസ്റ്റ് ആരായിരുന്നു? ലെക്സിക്കോ, നമ്മുടെ ലെക്സി പേനൊക്കെ വെച്ചിട്ട് വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറി. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കാം, ഷോഫർ. ഷോഫർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡ്രൈവ്സ് എ കാർ. അതായത് ഡ്രൈവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോഫർ എന്ന് പറയുക. എന്താണ് ഷോഫർ? സ്പെല്ലിങ് ശ്രദ്ധിക്കുക, CHAUFFER. പ്രൊനൗൺസ് ചെയ്യുന്നത് ഷോഫർ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചില ഡ്രൈവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ BMW അതുപോലെയുള്ള വലിയ വലിയ കാറുകളൊക്കെ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഭയങ്കര ഷോ ഓഫ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. ഷോ ഓഫ് ആണെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഷോഫർ എന്താണ്? വൺ ഹൂ ഡ്രൈവ്സ് എ കാർ. അടുത്ത വാക്ക് നോക്കാം, ക്രഷേ. ക്രഷേ എന്ന് പറഞ്ഞാൽ നഴ്സറി വെർ യങ് വൺസ് ആർ കെയർഡ്. അതായത് നമ്മുടെ ഡേ കെയർ ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ശിശു സംരക്ഷണ കേന്ദ്രം, അതിനെയാണ് ക്രഷേ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ക്രഷേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടല്ലോ, CRECHE ആണ്. അതിനകത്ത് 6 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 6ന് പകരം H ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. നമ്മുടെ ഈ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഡേ കെയറിലൊക്കെ ഒരു ചേച്ചി ഉണ്ടാവും, ഒരു ആയി ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്തൂടെ. അപ്പോൾ അങ്ങനെ ക്രഷേ എന്ന് പറഞ്ഞാൽ നഴ്സറി വെർ യങ് വൺസ് ആർ കെയർഡ്, ശിശു സംരക്ഷണ കേന്ദ്രമാണ് കേട്ടോ. തെറ്റിക്കില്ലല്ലോ, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത വാക്ക് ക്യൂറേറ്റർ. ക്യൂറേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു വാക്കാണ് കേട്ടോ. ക്യൂറേറ്റർ മീൻസ് വൺ ഹൂസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ ചാർജ് ആയിട്ടുള്ള ആൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂറേറ്റർ എന്ന് പറയുക കേട്ടോ. ക്യൂറേറ്റർ. അപ്പോൾ അങ്ങനെ മ്യൂസിയമൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നടക്കുന്ന ഒരാൾ, കെയർ ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കെയറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ക്യൂറേറ്റർ, കെയർ ചെയ്യുന്ന ആൾ. എന്ത് കെയർ ചെയ്യുന്ന ആൾ? മ്യൂസിയം കേട്ടോ. അപ്പോൾ വൺ ഹൂസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം ആണ് ക്യൂറേറ്റർ. നെക്സ്റ്റ് വൺ ഇസ് എപ്പിക്യൂർ. എപ്പിക്യൂർ എന്ന് പറഞ്ഞാൽ വൺ ഹൂസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, അതായത് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിക്യൂർ എന്ന് പറയുക കേട്ടോ. എപ്പിക്യൂർ. അപ്പോൾ എപ്പോഴും കുറേ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ നമുക്കൊന്ന് ആലോചിച്ചാലോ. എപ്പിക്യൂർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ.
ക്യൂർ അല്ലേ. അപ്പോൾ എപ്പി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നാലോചിക്കുക. CURE എന്ന് പറയുമ്പോൾ കുറേ എപ്പോഴും കുറേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ എന്താ പറയുക, എപ്പി ക്യൂർ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. കാവലറി. കാവലറി എന്ന് പറഞ്ഞാൽ സോൾജേഴ്സ് ഹൂ ഫൈറ്റ് ഓൺ ഹോഴ്സ് ബാക്ക്. ഈ കുതിര പട്ടാളം എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ് ആണ് കേട്ടോ കാവലറി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അല്ലെങ്കിൽ കാവലാർപ്പട എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ കേട്ടോ, കാവൽ എന്നുള്ള രീതിയിൽ കാവലറി കേട്ടോ. സോൾജേഴ്സ് ഹൂ ഫൈറ്റ് ഓൺ ഹോഴ്സ് ബാക്ക് ആണ് കാവലറി. അടുത്ത വാക്ക് നോക്കിയേ, എൽമനാക്ക്. എൽമനാക്ക് എന്ന് പറഞ്ഞാൽ ആൻ ആനുവൽ കാലണ്ടർ വിത്ത് പൊസിഷൻ ഓഫ് സ്റ്റാർസ്, അതായത് നമ്മുടെ പഞ്ചാംഗം, അതാണ് എൽമനാക്ക് എന്ന് പറയുന്നത് കേട്ടോ, എൽമനാക്ക്. അപ്പോൾ എല്ലാ സ്റ്റാർസിനെ കുറിച്ചും അതിനകത്ത് ഉണ്ടെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. എല്ലാണ് ഓൾ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ കോഡ്സ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൽമനാക്ക് എന്ന് പറഞ്ഞാൽ ആൻ ആനുവൽ കാലണ്ടർ വിത്ത് പൊസിഷൻ ഓഫ് സ്റ്റാർസ്. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം, സിനോഷ്വർ. സിനോഷ്വർ എന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്, അതായത് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അതിനെ നമ്മൾ എന്താ പറയുക, സിനോഷ്വർ. സ്പെല്ലിങ് നോക്കുക കേട്ടോ, CYNOSURE. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ സിനോഷ്വർ എന്ന് പറയുമ്പോൾ സിനോ ഷുവർ ഇങ്ങനെ രണ്ട് വാക്കായിട്ട് എടുക്കാം കേട്ടോ. ഇനി സിനോ എന്ന് പറയുമ്പോൾ ചില സീൻ ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറയില്ലേ, ചില സീനുകളൊക്കെ നമ്മൾ ഷുവറായിട്ടും കാണണം, അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ നമ്മൾ ഷുവറായിട്ടും കാണണം എന്നൊക്കെ പറയും. അതേപോലെ ചില സീനുകൾ നമ്മൾ ഷുവറായിട്ടും കാരണം അത്രയും നല്ലതായിരിക്കും, അത്രയും അട്രാക്ഷൻ വന്നിട്ടുള്ളൊരു ഫിലിമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. സോ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ് സിനോ ഷുവർ എന്ന് പറഞ്ഞാൽ, ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 10 വാക്കുകൾ നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാവരും റീകളക്ട് ചെയ്യാം കേട്ടോ. ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ എന്താ, ആൻ ആക്ഷൻ ഓഫ് സ്പീക്കിംഗ് എഗെയിൻസ്റ്റ് റിലീജിയൻ അല്ലേ, ബ്ലാസ്റ്റ് ചെയ്ത് നടക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു. കോൺജുറർ എന്ന് പറഞ്ഞാൽ മജീഷ്യനെയാണ്. കാക്കോഗ്രാഫിസ്റ്റ്, കാക്ക ചിക്കിയ പോലെയുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ല, അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും അതേപോലെ തന്നെ വൺ ഹൂസ് ബാഡ് ഇൻ സ്പെല്ലിങ്ങും കേട്ടോ. ഷൗഫർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡ്രൈവ്സ് എ കാർ, ഷോ ഓഫൊക്കെ കാണിച്ചെടുക്കുന്ന ഒരു ഡ്രൈവറിനെ ആലോചിക്കുക കേട്ടോ. പിന്നെ ഏതാ പറഞ്ഞേ, ക്രഷേ പറഞ്ഞു. ക്രഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ കെയർ അല്ലേ, ശിശു സംരക്ഷണ കേന്ദ്രം. അപ്പോൾ അവിടെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുക അല്ല, ഒരു ആയി ഉണ്ടാവുന്ന ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ചേച്ചിയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ക്യൂറേറ്റർ എന്തായിരുന്നു, വൺ ഹൂസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം. അപ്പോൾ മ്യൂസിയത്തിനെ കെയർ ചെയ്യുന്ന ആൾ, കെയർ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. എപ്പിക്യൂർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക കുടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എപ്പോഴും കുറേ കഴിച്ചുകൊണ്ടിരിക്കുക കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ എപ്പി ക്യൂർ കേട്ടോ. കാവലറി എന്ന് പറഞ്ഞാൽ സോൾജേഴ്സ് ഹൂ ഫൈറ്റ് ഓൺ ഹോഴ്സ് ബാക്ക്, നമ്മുടെ കാവലാർപ്പടയൊക്കെ ഒന്ന് ഓർത്താൽ മതി. പിന്നെന്താ പറഞ്ഞത്, എൽമനാക്ക് പറഞ്ഞു അല്ലേ. എൽമനാക്ക് എന്ന് പറഞ്ഞാൽ ആൻ ആനുവൽ കലണ്ടർ വിത്ത് പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സിനോഷ്വർ ആണ്. സിനോഷ്വർ എന്ന് പറഞ്ഞാൽ എന്താ, ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഓരോ സീനും ചില സീനുകൾ നമ്മൾ ഷുവറായിട്ടും കാണണം, കാരണം അത്രയും അട്രാക്ഷനുള്ള സീനുകളാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അടുത്ത വാക്ക് നോക്കാം, കാക്കിസ്റ്റോക്രസി. കാക്കിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ദി വേർഡ് സിറ്റിസൺ, അതായത് അയോഗ്യന്മാരുടെ ഭരണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് കാക്കിസ്റ്റോക്രസി. അതായത് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ കട്ടും മുടിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അങ്ങനെ കക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ, കക്കുക. അപ്പോൾ KAK വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാക്കിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ദി വേർഡ് സിറ്റിസൺ. അപ്പോൾ കക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. KAK ഉണ്ടല്ലോ, അപ്പോൾ കക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം, ബൊഹിമിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൊഹിമിയൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡസ് നോട്ട് ഫോളോ ദി യൂഷ്വൽ റൂൾസ് ഓഫ് സോഷ്യൽ ലൈഫ്, അതായത് ക്രമരഹിതമായിട്ടുള്ള ശീലമൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് ബൊഹിമിയൻ എന്നാണ് പറയുക. ഓക്കെ, അതായത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ അവരുടെ ഒരു കുത്തഴിഞ്ഞ ജീവിതം പോലെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാർ, അങ്ങനെ നമുക്ക് ബൊഹിമിയൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ആർട്ടിസ്റ്റിനൊക്കെ ആലോചിക്കുക കേട്ടോ, വൺ ഡസ് നോട്ട് ഫോളോ ദ യൂഷ്വൽ റൂൾസ് ഓഫ് സോഷ്യൽ ലൈഫ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൊഹിമിയൻ. കിട്ടുന്നുണ്ടോ? അടുത്ത വാക്ക് കർണേജ് ആണ്. കർണേജ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എസ്പെഷ്യലി ഇൻ വാർ. ഓക്കെ, ഒരുപാട് ആൾക്കാരെ, വാറിലൊക്കെ ഒരുപാട് ആൾക്കാരെ കൊല്ലുന്ന അതിനെയാണ് പറയുന്നത് കർണേജ് എന്ന് പറയുക കേട്ടോ, കർണേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കർണേജ് എന്ന് പറയുമ്പോണ്ടല്ലോ, കർണനെയൊക്കെ ആലോചിക്കാം അല്ലേ, നമ്മുടെ കർണൻ ഒരുപാട് ആൾക്കാരെയൊക്കെ വാറിനകത്ത് കൊന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കർണേജ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എസ്പെഷ്യലി ഇൻ വാറാണ്. അടുത്ത വാക്ക് ഡൊമിസൈൽ. ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ പ്ലേസ് വേർ എ പേഴ്സൺ ലീവ്സ് പെർമനൻ്റ്ലി. നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൊമിസൈൽ എന്ന് പറയുക. എന്താണ് ഡൊമിസൈൽ? അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഡോം എന്നുള്ള വാക്ക് അറിയാമോ, DOME നമ്മൾ പറയാറില്ലേ, ഡോം ലൈക്ക് സ്ട്രക്ചർ. ഇങ്ങനെ എന്താ പറയുക, ഒരു സെമി സർക്കുലർ ഷേപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനൊക്കെ നമ്മൾ പറയില്ലേ, ഡോം ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ അങ്ങനെ ഒരു സ്ട്രക്ചറുള്ള ഒരു വീട്ടിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ, ഡൊമിസൈൽ കേട്ടോ. എ പ്ലേസ് വേർ എ പേഴ്സൺ ലീവ്സ് പെർമനൻ്റ്ലി, അങ്ങനെ ഒരു ഡോമിനകത്താണ് നമ്മൾ താമസിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വാക്ക്
ഡൈക്കാണ്, DYKE. ഡൈക്ക് എന്ന് പറഞ്ഞാൽ എ വാൾ ബിൽഡ് ടു പ്രിവെൻറ്റ് ദ സീ ഓർ എ റിവർ ഫ്രം ഫ്ലഡിങ് ആൻ ഏരിയ. അതായത് ഈ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭിത്തി, അതിനെയാണ് നമ്മൾ പറയുന്നത് ഡൈക്ക് എന്ന് പറയുക, DYKE. അതായത് നമ്മൾ ഡൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പണിയുന്ന ഒരു ഭിത്തീനെയാണ് നമ്മൾ പറയുന്നത് ഡൈക്ക് എന്ന് പറയുക, അല്ലേ? ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പണിയുന്ന ഒരു ഭിത്തീനെയാണ് അല്ലെങ്കിൽ ഒരു വാളിനെയാണ് നമ്മൾ പറയുന്നത് ഡൈക്ക് എന്ന് പറയുക. അപ്പോൾ ആ ഡൈ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്ത വാക്ക് ജനോസൈഡാണ്. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ദ ഡെലിബ്രേറ്റ് മേർഡർ ഓഫ് എ ഹോൾ കമ്മ്യൂണിറ്റി, ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കുക, അതിനെയാണ് അല്ലെങ്കിൽ കൊല്ലുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ജനോസൈഡ്. ഒരു ജനസിനെ തന്നെ ഇല്ലാണ്ടാക്കുക, അല്ലേ? ജനോ എന്ന് പറയുമ്പോൾ ജനസ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു ജനസിനെ തന്നെ ഇല്ലാണ്ടാക്കുക. സൈഡ്, CID എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലുക എന്നുള്ളൊരു മീനിങ്, അല്ലേ? സൂയിസൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ഡെലിബ്രേറ്റ് മർഡർ ഓഫ് എ ഹോൾ കമ്മ്യൂണിറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ 26 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മറക്കല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.